ഹലോ ഗായ്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങൾക്കും സുഖം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എടുത്തു വെച്ചൊരു വീഡിയോ ആണ്. ഞാൻ ചെറിയൊരു ട്രിപ്പൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് എഡിറ്റ് ചെയ്ത് വെച്ചെങ്കിലും വോയിസ് ഓവർ ചെയ്യാനുള്ള ഒരു ടൈം അങ്ങോട്ട് കിട്ടിയില്ല കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ കുറേ ആലോചിച്ച് ഇനി ഇതിടണോ എന്നുള്ളത്, എന്നാലും ഇതോടെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. ഏതായാലും എഡിറ്റ് ചെയ്ത് വെച്ചല്ലേ, അപ്പോൾ അങ്ങനെ ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് എന്താ പറയുക, ചേച്ചി ഇല്ലാത്തൊരു ദിവസമാണ്. അപ്പോൾ രാവിലെ തന്നെ സുജി പറഞ്ഞു ഇന്ന് പുറത്തുനിന്ന് ഫുഡാക്കാം എന്നുള്ള രീതിയിൽ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഫുഡ് വാങ്ങി വന്നതാണ്. അപ്പോൾ സുജി ഫുഡ് വാങ്ങി വരാമെന്ന് പറഞ്ഞ ഇതാണ് കേട്ടോ അവസ്ഥ. ഇഷ്ടം പോലെ സാധനങ്ങൾ ഉണ്ടാകും, ഉച്ചക്കത്തേക്കും കൂടി ഉണ്ടാവും എന്നുള്ള രീതിയിൽ ആണ് സുജി വാങ്ങുക കേട്ടോ. അപ്പോൾ പൊരിച്ച പത്തിരി മക്കളെയും സുജിൻ്റെ ഫേവറേറ്റ് ആണ്, എൻ്റെ അത്ര ഫേവറേറ്റ് അല്ല കേട്ടോ. അപ്പോൾ ഞാനൊരു ഹാഫും ബാക്കി ലിവറും ബീഫും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് ഞാൻ പ്രിഫറൻസ് കൊടുത്തത്. എല്ലാത്തിനും ടേസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട് ഒരു ഹാഫ് പത്തിരിയും കഴിച്ചിട്ടോ. ബാക്കി മക്കളും സുജിയൊക്കെ നല്ല കഴിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം വേറെ ക്ലീനിങ് കുറച്ച് അങ്ങനെ പണികളുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അങ്ങനെ അങ്ങോട്ട് ചെയ്തു. പിന്നെ കുറച്ച് നേരമൊക്കെ കിടന്നതിന് ശേഷമാണ് ഇങ്ങനെ ആലോചിച്ചത്, നമുക്ക് ഉച്ചയ്ക്ക് ചോറ് എന്തെങ്കിലും ആക്കാം. എന്താ പറയുക, ബീഫ് വരട്ടിയത്, ബീഫ് കറി അങ്ങനെയൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ അതിലേക്ക് ഒരു ഉപ്പേരിയും ചോറും പപ്പടം പൊരിക്കാം അങ്ങനെയുള്ള രീതിയിൽ ഞാൻ അടുക്കളയിലേക്ക് അങ്ങോട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ചോറിന് ഞാൻ അരിയിട്ടിട്ടുണ്ട്. അതിനുശേഷം മമ്പയർ ഉപ്പേരി എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ. അപ്പോൾ എനിക്ക് സുജിക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ അതാക്കാമെന്ന് വിചാരിച്ചു. ജസ്റ്റ് അതിൽ മമ്പയറിൽ ഇങ്ങനെ തേങ്ങയൊക്കെ ഇട്ട് ഒതുക്കി വെച്ചിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മമ്പയർ നല്ലോണം കഴുകിയിട്ട് കുക്കറിൽ കുറച്ച് എന്താ പറയുക, കുറച്ച് ഉപ്പും കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും അങ്ങനെയൊക്കെ ഇട്ടിട്ട് ഞാൻ ആദ്യം അതൊന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. എനിക്ക് ഈ കുക്കിങ് അത്ര വലിയ ഇഷ്ടമുള്ള ഒരു പരിപാടിയല്ല കേട്ടോ. എൻ്റെ ഉമ്മയൊക്കെ ഭയങ്കര ആസ്വദിച്ച് കുക്കിങ് ചെയ്യണത് കാണാം. പക്ഷേ എനിക്ക് ഒട്ടും അങ്ങോട്ട് ഇഷ്ടമില്ലാത്തൊരു പരിപാടിയാണ് ഈ കിച്ചണിലേക്ക് കയറുക എന്നുള്ളത്. പക്ഷേ പാത്രം കഴുകാൻ, ക്ലീനിങ് അങ്ങനത്തെ പണികളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ ഈ കുക്കിംഗ് വലിയ ഇഷ്ടമില്ലാത്തതുകൊണ്ട് എനിക്ക് അടുക്കളയിലേക്ക് കയറുക എത്രയും പെട്ടെന്ന് അവിടുന്ന് എങ്ങനെ ഇറങ്ങാം എന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ ചിന്തിക്കുക. അപ്പോൾ അങ്ങനെ അത് ചെയ്യുക, ഇത് ചെയ്യുക, ഞാൻ എന്താണ് ചെയ്യേണ്ടത് ആദ്യം പ്ലാൻ ചെയ്തിട്ട് ഞാൻ അടുക്കളയിലേക്ക് കയറിയിട്ട് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂറിൻ്റെ ഉള്ളിൽ വേഗം ഷടപടേറിന് പണികൾ തീർത്തിട്ട് അങ്ങോട്ട് എങ്ങനെ ഇറങ്ങാമെന്നുള്ളതിനെ കുറിച്ച് ചിന്തിച്ചിട്ടാണ് ഞാൻ അങ്ങോട്ട് കയറുക കേട്ടോ. അപ്പോൾ വേഗം ഒരു പണി ചെയ്യുമ്പോൾ അപ്പുറത്ത് വേറെ പണികൾ ചെയ്യുക, ഇങ്ങനെയൊക്കെ ചെയ്യാമെന്നുള്ളതിനെ കുറിച്ചൊക്കെ ഞാൻ ചിന്തിക്കും. അപ്പോൾ ചോറ് ഒരു അടുപ്പത്തേക്കായിട്ടുണ്ട്, മമ്പയറും ഞാൻ വേവിക്കാൻ വേണ്ടി അപ്പുറത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ കഴുകിയ പാത്രങ്ങളും കാര്യങ്ങളും എല്ലാം ഞാനിന്ന് അതാത് സ്ഥാനങ്ങളിലേക്ക് വെക്കണം. ഈ ഒരു എന്താ പറയുക, ഒരു കൊട്ട ഒന്ന് ഒഴിഞ്ഞാൽ മാത്രമേ എനിക്ക് പാത്രം കഴുകാനൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. എന്നാലേ നമുക്ക് കഴുകിയ പാത്രങ്ങൾ വേഗം അതിലേക്ക് വെള്ളമൊക്കെ മാറാൻ വേണ്ടി അതിലേക്ക് ഇങ്ങനെ വെക്കുമ്പോൾ വേഗം പാത്രങ്ങൾ കഴുകി കഴിയുന്ന ഒരു ഫീലും വരുമല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ അലക്കാനുള്ള തുണികൾ അതിലേക്കൊന്ന് ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അതവിടെ കിടന്നായിക്കോട്ടെ, സമയം ഒട്ടും പാഴാക്കാനില്ല. അപ്പോൾ ചോറും ഞാനിങ്ങനെ എന്താ പറയുക, ചാക്സിൻ്റെ ആ ഒരു റൈസ് കുക്കർ ഉണ്ടല്ലോ, അതിലേക്ക് ഇങ്ങനെ തിളച്ചാൽ ഞാൻ ഇറക്കി വെക്കുകയാണ് ചെയ്യുക. അപ്പോൾ അതങ്ങനെ ഇറക്കി വെച്ചിട്ടുണ്ട്. മമ്പയറും എന്താ പറയുക വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അതൊന്ന് അതിലത്തെ എയറൊക്കെ കഴിഞ്ഞിട്ട് വേണം എനിക്ക് എന്താ പറയുക, ഞാൻ ആ തേങ്ങ, പച്ചമുളകും എന്താ പറയുക 2 ചെറിയുള്ളിയും ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സിയിൽ കുറും അത്രേ ഉള്ളൂ കേട്ടോ. അതൊന്ന് ആക്കിയിട്ട് അതിക്കൊക്കെ ഇടാൻ. അപ്പോൾ അതൊന്ന് എയർ കളയട്ടെ. ആ ഒരു ടൈം വെറുതെ നിൽക്കണ്ടല്ലോ. ഞാൻ പപ്പടം പൊരിക്കാണ് കേട്ടോ. അപ്പോൾ എന്താണ് വിചാരിക്കേണ്ടത്, എത്ര പപ്പടം പൊരിക്കണമെന്ന്. മക്കൾ ഇവിടെ ഫുഡ് കഴിക്കണം എന്നുണ്ടെങ്കിൽ ഈ പപ്പടം മസ്റ്റാണ്. അപ്പോൾ എന്താ പറയുക, അത് നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ ഇനി അതിൻ്റെ മുകളിൽ ഒരു വാശി അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ട വെച്ചിട്ട് പപ്പടം ഞാൻ മാക്സിമം പൊരിച്ച് വെക്കും. ബാക്കി ഉണ്ടാവും കേട്ടോ. ഇത്രയധികം ഫുള്ളായിട്ട് ഇരുന്ന് എല്ലാവരും കഴിക്കൊന്നുമില്ല, ബാക്കി ഉണ്ടാവും. അപ്പോൾ നാളത്തേക്കും ഉണ്ടാവും. അങ്ങനെ ഒരു പാക്കറ്റ് പൊളിച്ചപ്പോൾ ഞാൻ മൊത്തത്തിൽ അതങ്ങോട്ട് ഫുൾ അങ്ങോട്ട് പൊരിച്ച് വെച്ചു എന്നുള്ളൂ കേട്ടോ.
അപ്പോൾ ആ ഒരു ടൈം ആയപ്പോഴത്തേക്കും ഈ ഒരു മമ്പയറിൻ്റെ എയറൊക്കെ കളഞ്ഞ് സെറ്റായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഒന്ന് കഴിച്ചു നോക്കുകയാണ് കേട്ടോ വെന്തോ ഒരു കടി ഉണ്ടോ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അടിപൊളിയായിട്ട് വെന്തൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൽ ഇച്ചിരി വെള്ളം ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ഊറി എന്താ പറയുക ആ വെള്ളമൊക്കെ ഒന്ന് ഡ്രൈ ആയിട്ട് വരട്ടെ എന്ന് വെച്ചു. അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ആ തേങ്ങ ഒന്ന് ജസ്റ്റ് ഒന്ന് കുറുകുറാക്കി എടുത്തിട്ടുണ്ട്. അതും കൂടി അതിലേക്ക് എടുത്തിട്ട് ഒന്നങ്ങോട്ട് ആ ഒരു എന്താ പറയുക അധികം വേവിക്കൊന്നും വേണ്ട തേങ്ങ. അപ്പോൾ അധികം വേവാനൊന്നും ഇല്ലല്ലോ, ജസ്റ്റ് അതിക്കൊന്ന് സെറ്റാവുന്ന വരെ ഒന്ന് ഇതാക്കി അതവിടെ റെഡി ആകുമ്പോഴേക്കന്നെ ഞാൻ അതിക്ക് എന്താ പറയുക വറവിടാണ് കേട്ടോ. ഒന്നുമില്ല, കടുക്, വറ്റമുളക്, അത്രേ ഉള്ളൂ, പിന്നെ കറിവേപ്പിലയും, അത്ര ഒരു വറവും കൂടി ഇട്ട് കഴിഞ്ഞാൽ ആ ഉപ്പേരി സെറ്റ്. എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ. ഒന്നും വേണ്ട, ഇങ്ങനെയൊന്നും ചെയ്യൊന്നും വേണ്ട. എന്താ പറയുക മമ്പയർ ജസ്റ്റ് ഒന്ന് വേവിച്ച് ഉപ്പിട്ട് വേവിച്ചത് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ ഇതിങ്ങനെയും കൂടി വെക്കുമ്പോൾ നല്ല ടേസ്റ്റായിട്ട് കഴിക്കാമല്ലോ. ഇനിയിപ്പോൾ ബീഫോ ചിക്കനോ കറികളോ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. എല്ലാം സുജി രാവിലെ കൊണ്ടുവന്നൊക്കെ തന്നെ ബാക്കിയുള്ളതുകൊണ്ട് ഈ മമ്പയർ ഉപ്പേരി ഉണ്ടായാൽ ഇന്നത്തെ കാര്യം കുശാലായിട്ടോ. അപ്പോൾ ഞാനതൊക്കെ സെറ്റാക്കി ഞാനൊരു ബൗളിലേക്ക് എടുത്ത് വെച്ചിട്ട് ഇനി എല്ലാം എന്താ പറയുക നമ്മൾ ഏകദേശം പണി കഴിഞ്ഞു. അതിൻ്റെ ഇടയിൽ കൂടെ തന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ ഞാൻ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി കുറച്ചും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം എന്താ പറയുക ആ സ്റ്റൗവും അതിൻ്റെ ബാക്കി സ്ഥലങ്ങളും എല്ലാം ഒന്ന് ക്ലീൻ ആക്കിയിട്ടു. പാത്രം കഴുകാനുള്ളതൊക്കെ ഞാൻ ആ സിങ്കിലേക്ക് ഇങ്ങനെ അപ്പം കൊണ്ടുപോയിട്ടിട്ടുണ്ട്. പറ്റണമൊക്കെ അപ്പം ക്ലീൻ ചെയ്യണമുണ്ട് കേട്ടോ. പിന്നെ ചോറ് ആവണമെങ്കിൽ ഇനിയൊരു 1/4 മണിക്കൂറും കൂടിയും കഴിഞ്ഞിട്ട് എടുത്ത് ഊറ്റേണ്ടി വരും. അപ്പോൾ അത് കുറച്ച് നേരം കഴിഞ്ഞ് വന്നിട്ട് ഇതാക്കാമല്ലോ. അപ്പോൾ ഈ അടുക്കളയത്തെ മല്യുദ്ധം ഒന്ന് കഴിഞ്ഞാൽ സമാധാനമാണല്ലോ. അപ്പോൾ ഞാൻ ബാക്കിയുള്ള എല്ലാ പാത്രങ്ങളും അതിന് മാത്രമൊന്നുമില്ല കേട്ടോ. ഇടയ്ക്കുള്ള ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ അപ്പം ഞാൻ കഴുകി വെക്കുന്നതുകൊണ്ട് കുറച്ച് സാധനങ്ങൾ മാത്രമേ പാത്രം കഴുകി വെക്കാനുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതും കൂടി കഴുകി വെച്ചാൽ അവിടെയും കൂടി സെറ്റാക്കിയപ്പോൾ മനസ്സിന് ഭയങ്കര ഒരു സമാധാനം കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് അങ്ങനെ കുക്കിംഗ് ഉണ്ടായ ക്ലീനിങ്ങും കൂടി എനിക്കൊരു ബേർഡനായിട്ട് ഫീൽ ചെയ്യും കേട്ടോ. ക്ലീനിങ് എനിക്ക് ഓൾറെഡി ഇഷ്ടമാണെങ്കിലും കുക്കിങ്ങും കൂടി ഉണ്ടായാൽ എന്തോ ഒരു പോലെയാണ്. അപ്പോൾ ഞാൻ വേഗം കിച്ചണിന് വേഗം രക്ഷപ്പെടാനുള്ള മാർഗ്ഗങ്ങൾ തേടി സെറ്റാക്കി ഫുൾ ക്ലീൻ ആക്കിയിട്ടോ. അവിടെ അങ്ങനെ മിൽമൻ്റെ പാലിൻ്റെ വെക്കണം എന്താ വെച്ചാൽ ഈ എന്താ പറയുക ഹരിത കർമ്മസേന അവർ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അത് ക്ലീനാക്കി കിട്ടണമല്ലോ, അതിൽ ഒട്ടുമില്ലാതെ. അപ്പോൾ അത് ആ പാലിൻ്റെ കവറൊക്കെ ഒന്ന് വെള്ളം ഒഴിച്ച് കഴുകിയിട്ട് അതവിടെ അങ്ങനെ ഊറാൻ വേണ്ടി വെക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് ഡ്രൈ ആയി കിട്ടിയാൽ ഞാൻ പ്ലാസ്റ്റിക്കൊക്കെ വെക്കണ ഏരിയയിൽ കൊണ്ടുവെക്കും. പിന്നെ മാസത്തിലൊരിക്കൽ വന്ന് അവർ കൊണ്ടുവെക്കുള്ളൂല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അടുക്കളയിലെ യുദ്ധമൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മളെ തുണികളിട്ടതൊക്കെ ഒന്ന് അലക്കി ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതൊന്ന് വിരിച്ചിടാം. അപ്പോൾ അവിടെ ഓൾറെഡി വിരിച്ചിട്ട തുണികൾ എടുക്കണമല്ലോ നമുക്ക് അടുത്തത് വിരിച്ചിടണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ അത് എടുക്കുന്നതാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് എന്താ പറയുക അവിടെ കൊണ്ടുപോയിട്ട് മടക്കി വെച്ചിട്ടില്ല കേട്ടോ, അവിടെ കൊണ്ടുപോയിട്ടിട്ടുള്ളൂ. ഇനി അത് വലിയൊരു പണി അവിടെ ഉണ്ട്. മടക്കി വെക്കണത് ഇഷ്ടമാണ്, പക്ഷേ എന്താ പറയുക അൾമറയൊക്കെ എടുത്ത് വെക്കുക എന്നുള്ളത് എനിക്ക് ഭയങ്കര ഒരു പാടുപെട്ട പണിയാണ് കേട്ടോ. മടക്കി വെക്കാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ. പക്ഷേ ഒക്കെ മടിയാണ് ഇതാണെന്നുണ്ടെങ്കിലും ഒക്കെ എല്ലാം ചെയ്യും കേട്ടോ, അങ്ങനെ വിചാരിക്കണ്ട, എല്ലാം ചെയ്യും. പക്ഷേ ഇച്ചിരി ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. നമ്മളിപ്പോൾ നമ്മളെ ജീവിതത്തിൽ നമ്മൾ ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രമല്ലല്ലോ ചെയ്യാം. അപ്പോൾ നമ്മളെല്ലാം ചെയ്യണം. അങ്ങനെ ഞാൻ എല്ലാ തുണികളും എടുത്ത് വിരിച്ചിടാണ് കേട്ടോ. കുറച്ചധികം തുണികളുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ എന്താ പറയുക ചെറുതുകളൊക്കെ ഇടാൻ എനിക്ക് വേറൊരു കണ്ടില്ലേ, ചെറുതുകൾ ഇടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ എന്താണ് പറയുക ഇപ്പം ഞാൻ വിരിച്ചിടുന്ന സംഭവമല്ലേ അത് യൂസ് ചെയ്യുക കേട്ടോ. വലിയ തുണികളൊക്കെ ഞാൻ ഇങ്ങനെ വലിയ അയലിലാണ് വിരിച്ചിടൽ. അപ്പോൾ അതൊക്കെ ഒന്ന് വിരിച്ചിട്ട് ഇനി പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. കുറച്ച് കഴിഞ്ഞ് വന്നിട്ട് ആ ചോറ് കൂറ്റി ഫുഡ് കഴിക്കാമെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ എന്തോ ഒരു സമാധാനം കേട്ടോ പണികളൊക്കെ കഴിഞ്ഞപ്പോൾ. പിന്നെ ഞാൻ വീഡിയോ എടുത്തത് വൈകുന്നേരമാണ് കേട്ടോ. ഇന്ന് നമുക്കൊരു ഗസ്റ്റ് വരുന്നുണ്ട്, ഗസ്റ്റ് അല്ല എൻ്റെ സിസ്റ്റർ മോളാണ് കേട്ടോ. അപ്പോൾ ഇതും വരുന്നുണ്ട്. അപ്പോൾ മക്കളൊക്കെ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയിരുന്നു. അവൾ ആദ്യമായിട്ടാണ് കേട്ടോ ഒറ്റയ്ക്ക് നിൽക്കാൻ വരുന്നത്. എൻ്റെ സിസ്റ്റർ ഇല്ലാണ്ട് താത്ത ഇല്ലാണ്ട് ആദ്യമായിട്ടാണ് നിൽക്കാൻ വരുന്നത്. അപ്പോൾ അളയൊക്കെ ഇവിടെ കൊണ്ടാക്കിയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ
എന്താ പറയുക എൻ്റെ താത്താക്കും അളയാക്കും പിന്നെ നീനുട്ടിയും കൂടിയിട്ട് ബാംഗ്ലൂരിൽ അവളെ ഒരു ജോലിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് അങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവളെയും കൊണ്ട് പോയാൽ ഇവൾക്കത് ഭയങ്കര ബുദ്ധിമുട്ടാവുള്ളൂ. കാരണം അവർ പോവുക തിരിച്ച് വരിക അത്രേ ഉള്ളൂ. അങ്ങനെ ഫുൾ ട്രാവലാകുമ്പോൾ ഇവൾ ഭയങ്കരമായിട്ട് ക്ഷീണിക്കുമല്ലോ, ഫുഡും കാര്യങ്ങളൊന്നും റെഡി ആവില്ലല്ലോ ട്രാവലാകുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു ഇങ്ങോട്ടേക്ക് കൊണ്ടുവരും, ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നതാണ്. അവളും ഭയങ്കര എക്സൈറ്റഡ് ആണ്. പക്ഷേ എന്താ പറയുക, താത്ത ഇല്ലാത്തതുകൊണ്ട്, അവളെ ഉമ്മച്ചി ഇല്ലാത്തതുകൊണ്ട് അവൾക്ക് അതിൻ്റെ ഒരു സങ്കടം ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അവളേക്കൊന്ന് ചെറുതായിട്ട് സങ്കടവും കരച്ചിലൊക്കെ ഉണ്ടായിരുന്നു അവളെയൊക്കെ പോയപ്പോഴൊക്കെ. എന്നാലും അവളേക്ക് ഒന്ന് ഓക്കെ ആക്കി ഇങ്ങനെ കൊണ്ടുവരാനുണ്ട്. അപ്പോൾ മക്കളെ കൂടെയൊക്കെ ഇതാ മക്കളാണല്ലോ മുകളിൽ കുറച്ച് എനിക്ക് ചെടികളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നനക്കാറുള്ളത്. അപ്പോൾ ഇന്ന് അവളൊക്കെ കൂടി അവൾക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് നനക്കാനൊക്കെ. അപ്പോൾ ഞാൻ അവൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് മൈൻഡൊക്കെ ഒന്ന് മാറിക്കോട്ടെ എന്ന് വിചാരിച്ച്. പിന്നെ കുറച്ച് നേരം അവർ ടി വിയും ഫോണൊക്കെ കണ്ട് ഇങ്ങനെ അലമ്പായി നടക്കുകയായിരുന്നു. പിന്നെ അവർക്ക് തന്നെ എന്തോ ഒരു ബോധോദയം വെച്ചിട്ട് കുറച്ച് പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ മൊത്തത്തിൽ എന്താ അവൾ നീറ്റായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. എൻ്റെ മക്കൾ മൊത്തത്തിൽ അവിടെ ഇനി ആ ഏരിയയിൽ എന്താ പറയുക പരത്താനില്ല. അവർ പെയിൻറ്റിങ് ആണ് ചെയ്തത് എന്നുള്ളത് മൊത്തം അവിടെ അറിയുന്ന രീതിയിൽ അവരെല്ലാം അവിടെ പരത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവരെന്നെ കുറച്ചൊക്കെ ക്ലീനാക്കി, ബാക്കി ഞാനും ക്ലീനാക്കി കേട്ടോ. പിന്നെ അവർ എന്താ പറയുക, എൻ്റെ താത്ത ബസ് കയറിയിട്ടുണ്ട് കേട്ടോ ബാംഗ്ലൂരേക്ക്. അപ്പോൾ അവളെ വീഡിയോ കോൾ ചെയ്തതായിരുന്നു. അപ്പോൾ അങ്ങനെ ചെറിയൊരു സങ്കടം ഉണ്ട് അവൾക്ക് മുഖത്ത് കേട്ടോ. അപ്പം ഞാൻ വരുമ്പോൾ കണ്ണീരൊക്കെ ഇങ്ങനെ തുടച്ചിങ്ങനെ നിൽക്കും. പിന്നെ അല്ലാത്ത സമയത്ത് അവളിങ്ങനെ ഇരുന്ന് കരയുണ്ടാവട്ടെ. പിന്നെ അവളെ കുറച്ച് എന്താ പറയുക സെറ്റപ്പാക്കി ഞാൻ അവൾക്ക് അത് വാങ്ങിത്തരാം ഇത് വാങ്ങിത്തരാം എന്നൊക്കെ പറഞ്ഞിങ്ങനെ സെറ്റപ്പാക്കി. അങ്ങനെ അവൾക്ക് എന്താണ് ഇഷ്ടം എന്നുള്ളതൊക്കെ ചോദിച്ച് മനസ്സിലാക്കി ഞാൻ അവൾക്ക് ബർഗർ വേണോ പിസ്സ വേണോ എന്നൊക്കെ വെച്ചപ്പോൾ അന്ന് ബർഗർ ആക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ബർഗറും ഫ്രഞ്ച് ഫ്രൈസൊക്കെ വാങ്ങിക്കൊടുത്തു. എൻ്റെ മോൻ കണ്ടില്ലേ ഫ്രഞ്ച് ഫ്രൈസിൽ ടൊമാറ്റോ സോസ് ഇട്ടൊന്ന് കുലുക്കിയതാണ്. ആ നാട് മൊട്ട ആ സോഫയിൽ മൊത്തം സോസൊക്കെ ആക്കി എല്ലാം ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇപ്പം അവൾ ഏകദേശം ഓക്കെ ആയിട്ടുണ്ടെങ്കിലും കിടക്കുന്ന സമയത്ത് അവൾ ചെറുതായിട്ട് സീനായിരുന്നു കേട്ടോ. പിന്നെ അങ്ങോട്ട് റെഡി ആക്കി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നാളെ ട്രിപ്പിൻ്റെ വീഡിയോ ഒക്കെ ആയിട്ട് കാണാൻ